എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ അടുത്തൊരാൾ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ ആളുകൾക്ക് ഈ പരദേവത എന്താണെന്നോ എവിടെയാണെന്നോ ആരാണെന്നോ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത്തരം കേസുകളിൽ പലരും അന്വേഷിച്ച് നടന്നിട്ട് ഒരാൾ പറയും അത് ഇന്ന സ്ഥലത്താണ് ഇന്ന ദേവതയാണെന്ന് പറഞ്ഞിട്ട് കുറേ കാലം അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യലും പൂജ ചെയ്യലൊക്കെ ആയിട്ട് നടക്കും. അപ്പോഴും ഇവർ ജാതകം മറ്റേ പ്രശ്നക്കാർ നോക്കുമ്പോൾ പറയും പരദേവതയുടെ മൗഢ്യതയുണ്ടെന്ന് പറയും. അപ്പോൾ വീണ്ടും അവർ അന്വേഷിച്ച് നടക്കും. അപ്പോൾ പറയും ഇതല്ല നിങ്ങളുടെ അമ്പലം, നിങ്ങളുടെ അമ്പലം വേറെയെന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ചിലർ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം UK നിന്ന് സെഷൻ ചെയ്യാൻ വന്ന ഒരാൾ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെഷൻ ആദ്യം അതിൻ്റെ മകളുടെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചെയ്തു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് സെഷൻ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും എനിക്ക് സെഷൻ ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ ഹാങ് ആയിട്ട് കുറച്ച് ഇരുന്നു. അപ്പോൾ ഞാൻ മുരുകനെ പ്രാർത്ഥിച്ചു. മുരുകനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദേവിയുടെ രൂപത്തിൽ തെളിഞ്ഞു വന്നു. കയ്യിലൊരു തൃശൂലം പിടിച്ച് നിൽക്കുന്ന ഒരു ദേവത. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പരദേവതയുടെ എന്തെങ്കിലും ഒരു മൗഢ്യത വല്ലതും ഉണ്ടോ, കുടുംബക്ഷേത്രം? അപ്പോൾ പുള്ളി പറഞ്ഞ്, അയ്യോ സാറേ, കുറേ കാലങ്ങളായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അറിയില്ല പരദേവത എവിടെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, അതൊരു മധുരവിനാശി പോലുള്ളൊരു രൂപമാണ് കാണിക്കുന്നത്, ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വിഷനിൽ വന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും നീ അതിൻ്റെ ഒരു മൗഢ്യത? അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പുള്ളി ചെയ്യുന്ന ബിസിനസ്സുകളൊന്നും വിജയിക്കുന്നില്ല, അങ്ങനെ പല വിഷയങ്ങളുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്ന്? അപ്പം ഞാനൊരു ഐഡിയ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ കുടുംബദേവത നേരത്തെ പ്രതിഷ്ഠ ഇല്ലാതെ കുറേ കാലങ്ങളിങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മുടെ സങ്കല്പത്തിൽ. അപ്പോൾ മുമ്പെല്ലാവർക്കും അറിയാം, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അവർക്ക് ഇങ്ങനെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, മഹാക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ കലശം വെക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. പിന്നീട് ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തത്. ആ സമയത്ത് കുടുംബത്തിൽപ്പെട്ട ഒത്തിരി ആളുകളുടെ മരണങ്ങളുണ്ടായി. വെറുതെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന ആളിനൊക്കെ പെട്ടെന്ന് മരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ഇങ്ങനെ സംഭവിച്ചു ക്ഷേത്രത്തിൽ, ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ അതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു ജോലിയാണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. ഇത് കുടുംബക്ഷേത്രത്തിനെ പുനരുദ്ധരിച്ചിട്ട് അതിനുണ്ടാക്കി കൊണ്ടുവരുന്നത് ഒരു ഭയങ്കര റിസ്ക്കുള്ള ഒരു പരിപാടിയാണ് മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി അറിവുള്ളവർ പറയുക എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഞാനവിടെ പോകാറുണ്ട്, അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന് വേണ്ടുന്ന ഭൂമി വാങ്ങാനൊക്കെ എൻ്റെ ഫാദറിൻ്റെ സഹോദരന്മാരെ കൂടിയാണ് അതിൻ്റെ ഭൂമി വാങ്ങാനുള്ള പൈസ എല്ലാം കൊടുത്തത് അവരാണ്. എൻ്റെ ബേസ് അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഒരുപാട് ആൾക്കാർ അതിനകത്തേക്ക് സംഭാവനകൾ ചെയ്യുകയും ആ ക്ഷേത്രമായിട്ട് വരികയും ചെയ്തു. പക്ഷേ ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് അധികം പോകാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ടേക്ക് പതുവേ പോകാനുള്ളൊരു തോന്നൽ ഉള്ളിൽ നിന്ന് വരാറില്ല. വല്ലപ്പോഴും പോകും ഞാൻ. അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം ചെയ്തു, ആ ഒരു മൗഢ്യത ഞാൻ തീർത്തു. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ രീതിയാണ്, നിങ്ങൾക്കത് ശരിയാവില്ലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാനൊരു ഇങ്ങനെ ത്രികോണ ഷേപ്പിലുള്ള ഒരു വെള്ള കളറിലുള്ള ഒരു വെള്ളാരങ്കല ഒരു കല്ല് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ കല്ല് ഞാനിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഈ കല്ല് കിട്ടിയേക്കണ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നൽ വരികയാണ്, ഈ കല്ല് ഈ കുടുംബദേവതയായിട്ട് സങ്കല്പിച്ചിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഡെയിലി അതിനൊന്ന് നോക്കി പ്രാർത്ഥിക്കാം. വേറെ നിവേദ്യമോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രാർത്ഥന, വിളക്കോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് പൂജാമുറിയിൽ വയ്ക്കാം. പൂജാമുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പൂജാ സ്പേസ് ഉണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് രാവിലെ വിളക്ക് കത്തിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ ഞാനൊന്നും ചെയ്യാറില്ല. മുമ്പൊക്കെ അങ്ങനെയല്ല, രാവിലെയും വൈകുന്നേരവും ജപവും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വലിച്ചിട്ട് ഒരു വിളക്ക് കത്തിക്കുന്ന മാത്രം ആക്കിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂജാമുറിലല്ല, വേറെ സ്ഥലത്ത് ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തുണിയുടെ ഒരു സാധനം ഇങ്ങനെ അണിയിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും
അതിനെ നോക്കി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഒരു മാനസികമായൊരു സന്തോഷവും ഒരു പ്രൊട്ടക്ഷനും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വിദ്യ ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളിക്ക് അത് പരീക്ഷിക്കാം. കാരണം അദ്ദേഹം ഇവിടെ അല്ല, നാട്ടിലല്ല, പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ ഒന്ന് ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കും. അത് കഴുകി വൃത്തിയാക്കി ഒന്ന് ശുദ്ധി ചെയ്ത് മഞ്ഞളുള്ളതിലൊക്കെ ഇട്ട് വെച്ചിട്ട് അവിടെ വെക്കുമോ. എന്നിട്ട് ഡെയിലി കുടുംബദേവതനെ പ്രാർത്ഥിച്ചിട്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അതിനകത്തൊരു മാറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്തു. കാരണം ഇത് എല്ലാം നിരീക്ഷണ ഗവേഷണങ്ങളാണ്. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാനൊരു സാധാരണ ആളുകൾ ട്രഡീഷണലായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. എല്ലാ കാര്യങ്ങളും ഒരു വിപ്ലവകരമായ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ പലരുടെയും പുച്ഛം കിട്ടാറുണ്ട്. യഥാവിധി പഠനങ്ങളൊക്കെ നടത്തി സമ്പ്രദായങ്ങളിലൂടെ പോകുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ ഒരുപാട് പുച്ഛിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. നമ്മൾ പുച്ഛിച്ചുകൊണ്ടൊരു നോട്ടമുണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷേ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. എനിക്ക് സ്പിരിച്വാലിറ്റി തന്നെ ഒരുപാട് പല പല കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവേക്കണിംഗ് ഒക്കെ സംഭവിച്ചത് ഒരു ഗുരു പോലും ഇല്ലാതെ എൻ്റേതായ ഓൺ മെത്തേഡ്സിൽ ഞാൻ സഞ്ചരിച്ചിട്ടാണ് എനിക്ക് കുണ്ടലിനി അവേക്കണിംഗ് സംഭവിച്ചത്. എൻ്റെ ശബ്ദത്തിന് വരെ മാറ്റങ്ങൾ വന്നു. എൻ്റെ ത്രോട്ട്സൊക്കെ ഓപ്പൺ അപ്പ് ആയപ്പോൾ ഈ എൻ്റെ ശബ്ദം കേൾക്കാൻ ഇത്ര സുഖമുള്ള ശബ്ദമൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും കേൾക്കാൻ സുഖമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആളുകൾ പറയുന്നുണ്ട് കേൾക്കാൻ കുഴപ്പമില്ല, സാറിന് കേട്ടിരിക്കാനായിട്ടൊരു രസമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സൗണ്ട് മാറിയത് എനിക്കറിയാം. എൻ്റെ പഴയ ഓഡിയോ ക്ലിപ്പുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ വളരെയധികം നോക്കുമ്പോൾ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ സോൾ പ്ലാൻ ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരാൾ എനിക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഈ സെയിം പ്രശ്നം ഉന്നയിച്ചു. അപ്പോൾ ഒരു വീഡിയോ സാറ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുടുംബക്ഷേത്രത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കല്ല്, ഒരു ത്രികോണ ഷേപ്പിലുള്ള കല്ല് ആണെന്നുണ്ടെങ്കിൽ നല്ലത്. അത് ത്രികോണം അടിയിൽ എന്തെങ്കിലും ഇങ്ങനെ ലെവലാക്കിയിട്ട് നിങ്ങൾക്ക് പുഴയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. നല്ല ഒഴുക്കുള്ള പുഴയിൽ പോയാൽ അങ്ങനത്തെ കല്ല് നിങ്ങൾക്ക് കിട്ടും. കൊല്ലൂർ മൂകാംബിയിലൊക്കെ ഞാൻ കണ്ടേക്കണത്, കൊല്ലൂർ മൂകാംബിയിൽ പോകുമ്പോൾ അവിടുത്തെ പുഴയുണ്ട്. ആ പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ കല്ല് ലാവിഷാണ്. ഇഷ്ടം പോലെ കല്ലുണ്ട്. ഞാൻ അവിടെ നിന്ന് എപ്പോഴും ഇടക്കിടക്ക് പോകുമ്പോൾ കല്ല് കൊണ്ടുവരാറുണ്ട്. കല്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെറുതെ കല്ലിങ്ങനെ എടുത്തിട്ട് വരും. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് സൂക്ഷ്മം പരിശോധിച്ച് കഴിയുമ്പോഴും ചിലപ്പോൾ ഗണപതിയുടെ ഫേസ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ഒരു നാഗത്തിൻ്റെ ഫേസ് ആയിരിക്കും. അത് എനിക്ക് അത്ഭുതമാണ്. എൻ്റെ തിരുപ്പുണ്ട് കല്ലുകൾ. ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കല്ല്. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട്. ഞാനങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നതല്ല. ഞാനിങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ കല്ല് ഇഷ്ടപ്പെട്ട കളറൊക്കെ കാണുമ്പോൾ എടുത്തുകൊണ്ട് വരും. പക്ഷേ ആ കല്ലുകളിലൊക്കെ ഇങ്ങനെ പ്രത്യേകത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഷേപ്പിലുള്ള കല്ലുകൾ. നിങ്ങൾ അങ്ങനത്തെ കല്ലുകൾ സംഘടിപ്പിച്ചിട്ട് ഇതേപോലെ ശുദ്ധി ചെയ്തിട്ട് നിങ്ങളുടെ ഓൺ മെത്തേഡാണ്. ഇവിടെ നിങ്ങൾ വലിയ ആളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ചെയ്തു നോക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല, അപകടം ഉണ്ടാവില്ല. നിങ്ങൾ ഭയക്കാൻ വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനത് ചെയ്ത ആളാണ്, അതാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറയണത്. ഇപ്പോൾ ഇവിടെ ഇരിപ്പട്ട് ഈ കല്ല് പേഴ്സണൽ സാധനത്തിൻ്റെ പേരിൽ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ആ ദേവി നിങ്ങളുടെ എവിടെയായാലും ആ ദേവി നിങ്ങളത്തേക്ക് വരും, നിങ്ങൾ അനുഗ്രഹിക്കാൻ വരും. നമ്മൾ വിളിച്ചാൽ വരാൻ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ദൈവങ്ങൾ. അതുകൊണ്ട് നിങ്ങളവരെ പേടിക്കാനൊന്നും വേണ്ട, അവർ ദേഷ്യം കയറിയിരിക്കണമെന്ന് വിചാരിക്കേണ്ട. അവർ നിങ്ങളെ സ്നേഹിക്കാനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ദൈവങ്ങൾ. ചിലരൊക്കെ പറയും ദേവി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, കോപിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേണ്ട ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുക, അത്രേ വേണ്ടൂ. പിന്നെ നിങ്ങൾ ആചാരങ്ങൾ കൂടിയിട്ട് നിവേദ്യം കൊടുക്കലും അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളിലോട്ട് പോവാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നീട് അതൊരു തലവേദനയായിട്ട് നിങ്ങൾക്ക് വരിക. പക്ഷേ നോർമലായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൗഢ്യത മാറി കിട്ടും. അതിൻ്റെ മൗഢ്യത ഇല്ല. അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവത്തിൽ വ്യത്യാസം വരും, നിങ്ങൾക്ക് അനുഗ്രഹം തരും. അതുപോലെ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.